ആഗോള രാഷ്ട്രീയത്തിലെയും സാമ്പത്തിക രംഗത്തെയും ഏറ്റവും വലിയൊരു മിഥ്യാധാരണയുണ്ട്. ജെഫ്രി എപ്സ്റ്റൈൻ എന്നൊരാളുടെ ലൈംഗിക വൈകൃതങ്ങളുടെയും കുറ്റകൃത്യങ്ങളുടെയും കഥയാണ് ഈ ഫയലുകളെന്ന്. അതൊരു വലിയ നുണയാണ്. ഒരു വ്യക്തിയുടെ മാത്രം ക്രിമിനൽ ചരിത്രമായിരുന്നു ഇതെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനങ്ങളിലൊന്നായ JP മോർഗൻ ചേസ് എന്തിനാണ് $290 മില്യൺ സിവിൽ സെറ്റിൽമെന്റിനായി നൽകുന്നത്? ഡോയ്ച്ചെ ബാങ്ക് എന്തിനാണ് $75 മില്യൺ പിഴയൊടുക്കുന്നത്? 2023 സദേൺ ഡിസ്ട്രിക്ട് ഓഫ് ന്യൂയോർക്ക് കോടതിയിൽ ഫയൽ ചെയ്ത സെറ്റിൽമെന്റ് രേഖകൾ പ്രകാരം കഴിഞ്ഞ 15 വർഷമായി $1 ബില്യൺ മുകളിലുള്ള സംശയാസ്പദമായ സാമ്പത്തിക ഇടപാടുകൾ യാതൊരു തടസ്സവുമില്ലാതെ ആഗോള ബാങ്കിംഗ് വ്യവസ്ഥയിലൂടെ കടന്നുപോയി. ഇതൊരു പ്രാദേശിക ക്രിമിനൽ സംഘമല്ല. ഇതൊരു വൻകിട മൂലധനമുള്ള, കൃത്യമായ വിതരണ ശൃംഖലയുള്ള, വിദേശ ഷെൽ കമ്പനികളാൽ ഫണ്ട് ചെയ്യപ്പെടുന്ന ഒരു സങ്കീർണമായ കോർപ്പറേറ്റ് ഘടനയാണ്. 2026 ജനുവരിയിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് എപ്സ്റ്റൈൻ ഫയൽസ് ട്രാൻസ്പെറൻസി ആക്ട് പ്രകാരം പുറത്തുവന്ന 3.5 മില്യൺ പേജുകൾ തെളിയിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്: നിയമവ്യവസ്ഥയും സാമ്പത്തിക സംവിധാനങ്ങളും ഈ മനുഷ്യനെ ഭയന്നിരുന്നില്ല, മറിച്ച് അവർ അയാളെ സംരക്ഷിക്കുകയായിരുന്നു. ആ ദ്വീപിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നതല്ല ഇവിടുത്തെ അടിസ്ഥാന ചോദ്യം. ആഗോള കോടീശ്വരന്മാർക്ക് നിയമലംഘനം ഒരു പ്രീമിയം സേവനമായി നൽകുമ്പോൾ വ്യവസ്ഥാപിതമായ ഈ കണ്ണടക്കലിന്റെ യഥാർത്ഥ സാമ്പത്തിക വില എത്ര എന്നതാണ് ചോദ്യം. ഔദ്യോഗിക ഭാഷ്യം വളരെ ലളിതമാണ്. അതായത്, അതിബുദ്ധിമാനായ ഒരു കുറ്റവാളി സിസ്റ്റത്തെ കബളിപ്പിച്ചു എന്ന്. വാൾസ്ട്രീറ്റിലെ ബാങ്കുകൾക്കും ഇന്റലിജൻസ് ഏജൻസികൾക്കും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും അയാളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്നവർ വാദിക്കുന്നു. 1990-കൾ മുതൽ അയാൾ കെട്ടിപ്പടുത്ത സാമ്രാജ്യം കേവലം പഴുതുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് എന്നാണ് പോളിസി മേക്കേഴ്സ് നമ്മളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നിയമവ്യവസ്ഥയുടെ വിശദീകരണം നോക്കുക. 2008 അയാൾ ആദ്യമായി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയപ്പോൾ ഫ്ലോറിഡയിൽ വെച്ച് നൽകിയ അസാധാരണമായ ആ കരാർ, ഫെഡറൽ കോടതി രേഖകളിലുള്ള 14 പേജുള്ള നോൺ പ്രോസിക്യൂഷൻ എഗ്രിമെന്റ്, വെറും ഒരു സാധാരണ ഒത്തുതീർപ്പ് മാത്രമാണെന്ന് അവർ പറയുന്നു. ബാങ്കുകളുടെ പബ്ലിക് റിലേഷൻസ് വിശദീകരണങ്ങളും US കോൺഗ്രസ് ഹിയറിംഗ്സ് ട്രാൻസ്ക്രിപ്റ്റുകളും പരിശോധിച്ചാൽ പഴയ സോഫ്റ്റ്വെയർ സംവിധാനങ്ങളുടെ പോരായ്മകൾ കൊണ്ടാണ് ഈ ഭീമമായ ഫണ്ട് കൈമാറ്റങ്ങൾ അവരുടെ ആന്റി മണി ലോണ്ടറിംഗ് റഡാറുകളിൽ പെടാതിരുന്നത് എന്നവർ ന്യായീകരിക്കുന്നു. അതിസമ്പന്നരായ ഉപഭോക്താക്കൾക്ക് നൽകുന്ന സാധാരണ പ്രൈവസി ചട്ടങ്ങൾ മാത്രമാണ് ഇവിടെയും പാലിക്കപ്പെട്ടത് എന്നതാണ് അവരുടെ വാദം. തങ്ങൾക്കൊരു മേൽനോട്ട പിഴവ് പറ്റി, പക്ഷേ ഇപ്പോൾ സിസ്റ്റം അതെല്ലാം തിരുത്തി എന്നാണ് അവർ പറയുന്നത്. ഇതൊരു ഗംഭീരമായ കോർപ്പറേറ്റ് തിരക്കഥയാണ്. കാരണം ഇത് വിശ്വസിച്ചാൽ പിന്നെ ചോദ്യങ്ങളില്ല. $1 മില്യൺ കൈമാറ്റം ചെയ്യുമ്പോൾ പോലും അലേർട്ട് അടിക്കുന്ന സിസ്റ്റം കോടിക്കണക്കിന് ഡോളർ ഒരു സംശയവുമില്ലാതെ പ്രോസസ് ചെയ്തു എന്നത് സാങ്കേതിക പിഴവല്ല, അതൊരു ബിസിനസ് മാതൃകയാണ്. ബാങ്കിംഗ് സംവിധാനം പരാജയപ്പെട്ടു എന്നതാണ് ഏറ്റവും വലിയ സിസ്റ്റമിക് നുണ. ഒന്നുകൂടി വ്യക്തമാക്കാം. ബാങ്കിംഗ് വ്യവസ്ഥ പരാജയപ്പെട്ടതല്ല, അതിസമ്പന്നർക്ക് വേണ്ടി അത് എങ്ങനെ പ്രവർത്തിക്കണമോ അങ്ങനെ തന്നെ കൃത്യമായി പ്രവർത്തിച്ചതാണ്. ബാങ്കുകൾക്ക് ഈ സാമ്പത്തിക ഇടപാടുകളുടെ സ്വഭാവം അറിയില്ലായിരുന്നു എന്ന ഔദ്യോഗിക വാദം നമുക്കൊന്ന് പൊളിച്ചു നോക്കാം. ഡേറ്റ നോക്കുക. ന്യൂയോർക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസിന്റെ 2020 കൺസെന്റ് ഓർഡർ പ്രകാരം ഡോയ്ച്ചെ ബാങ്കിന് $150 മില്യൺ പിഴ ചുമത്തി. കാരണം എന്തായിരുന്നു? എപ്സ്റ്റൈന്റെ അക്കൗണ്ടുകളിലൂടെ നടന്നത് തികച്ചും അസാധാരണമായ ക്യാഷ് വിത്ഡ്രോവലുകളും റഷ്യൻ മോഡലുകൾ എന്ന് ബാങ്ക് തന്നെ രേഖപ്പെടുത്തിയ അക്കൗണ്ടുകളിലേക്കുള്ള പേയ്മെന്റുകളും കൂട്ടുപ്രതികൾക്ക് നൽകിയ വൻ തുകകളുമായിരുന്നു. ഇതൊന്നും ബാങ്കിന്റെ നിരീക്ഷണ സംവിധാനങ്ങൾ കാണാതിരുന്നതല്ല. ആ കൺസെന്റ് ഓർഡർ വ്യക്തമാക്കുന്നത് അവർ അത് കണ്ടു, അവർ അത് അംഗീകരിച്ചു നൽകി എന്നതാണ്. JP മോർഗന്റെ കാര്യം ഇതിലും രസകരമാണ്. US ട്രഷറിയുടെ ഫിനാൻഷ്യൽ ക്രൈംസ് എൻഫോഴ്സ്മെന്റ് നെറ്റ്വർക്ക് രേഖകൾ പ്രകാരം 15 വർഷത്തെ കാലയളവിൽ $1 ബില്യൺ വരുന്ന സംശയാസ്പദമായ ഇടപാടുകൾ അവർ പ്രോസസ് ചെയ്തു. എന്നാൽ നിയമ നടപടികൾ ആരംഭിച്ചതിനു ശേഷം മാത്രമാണ് അവർ കൃത്യമായി റിപ്പോർട്ടുകൾ ഫയൽ ചെയ്തത്, അതായത് മുൻകാല പ്രാബല്യത്തോടെ. ഇതിന്റെ അർത്ഥം എന്താണ്? ഇത് റിസ്ക്കും ലാഭവും തമ്മിലുള്ള കണക്കുകൂട്ടലാണ്. എപ്സ്റ്റൈൻ എന്ന ഇടപാടുകാരൻ കൊണ്ടുവരുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ മൂലധനവും അതിൽ നിന്ന് ബാങ്കിന് ലഭിക്കുന്ന ഭീമമായ ഉപദേശക ഫീസും അവർ കണക്കുകൂട്ടി. മറുഭാഗത്ത് എപ്പോഴെങ്കിലും പിടിക്കപ്പെട്ടാൽ നൽകേണ്ടി വരുന്ന പിഴയും. ബാങ്ക് ബോർഡുകൾക്ക് ഈ പിഴകൾ ബിസിനസ് നടത്തുന്നതിന്റെ വെറുമൊരു ചിലവ് മാത്രമാണ്. അതുകൊണ്ടാണ് $290 മില്യൺ $75 മില്യൺ അവർ നിശബ്ദമായി സെറ്റിൽ ചെയ്തത്. അവർക്ക് സിസ്റ്റം തെറ്റിയതല്ല, കസ്റ്റമറുടെ സാമ്പത്തിക ശേഷി നോക്കി അവർ നോ യുവർ കസ്റ്റമർ AML പ്രോട്ടോകോളുകൾ ബോധപൂർവം ഓഫ് ചെയ്തു വെച്ചതാണ്. നിയമലംഘനം ഒരു സേവനമായി അവർ നൽകി. സിസ്റ്റം തകർന്നതല്ല, അത് വാടകയ്ക്ക് നൽകപ്പെട്ടതാണ്. അമേരിക്കൻ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാന ശിലകളിലൊന്നായ ഗ്രാൻഡ് ജൂറി രഹസ്യ സ്വഭാവം ഇന്ന് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ്. US കോൺഗ്രസ് പാസാക്കിയ 2025 എപ്സ്റ്റൈൻ ഫയൽസ് ട്രാൻസ്പെറൻസി ആക്ട് ഒരു അസാധാരണമായ നിയമ നിർമ്മാണമാണ്. ഇത് കോടതി രേഖകൾ രഹസ്യമാക്കി വെക്കുന്ന കീഴ്വഴക്കങ്ങളെ അസാധുവാക്കാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിനെ നിർബന്ധിതരാക്കി.
ഇതിന്റെ ഫലമായി 2026 ജനുവരിയിൽ DOJ പബ്ലിക് ആക്സസ് പോർട്ടൽ വഴി ഔദ്യോഗികമായി പുറത്തു വന്നത് 3.5 മില്യൺ പേജുകളുള്ള ഫയലുകളാണ്. കൂടെ 2000 വീഡിയോകളും 1,80,000 ചിത്രങ്ങളും. അവിടെയാണ് വിവരങ്ങളുടെ ആധികാരികത പ്രസക്തമാകുന്നത്. അതായത് യാഥാർത്ഥ്യവും വ്യാജ വാർത്തകളും തമ്മിലുള്ള അതിർവരമ്പ് മായുന്നു. ഇത്രയും വലിയൊരു വിവരശൂന്യത ഉണ്ടാകുമ്പോൾ അവിടെ യാഥാർത്ഥ്യങ്ങളെക്കാൾ കൂടുതൽ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്കാണ് മാർക്കറ്റ്. പൊതുസമൂഹവും മീഡിയയും ഈ ഫയലുകളെ കാണുന്നത് ഒരു ഗോസിപ്പ് കോളം പോലെയാണ്. ഫ്ലൈറ്റ് ലോഗുകളിൽ പേരുള്ള എല്ലാവരെയും അവർ ക്രിമിനലുകളായി മുദ്രകുത്തുന്നു. എന്നാൽ ഈ രേഖകളിൽ ഇരകളുണ്ട്, ഫോറൻസിക് ഇൻവെസ്റ്റിഗേറ്റർമാരുണ്ട്, പൈലറ്റുമാരുണ്ട്, ഒരു തവണ മാത്രം മീറ്റിംഗിൽ പങ്കെടുത്തവരുണ്ട്. ഇവരെ യഥാർത്ഥ കുറ്റവാളികളോടൊപ്പം ചേർത്ത് വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ രക്ഷപ്പെടുന്നത് ഈ സിസ്റ്റത്തിന് ഫണ്ട് ചെയ്ത കോർപ്പറേറ്റ് തലവന്മാരാണ്. ബാക്കിയുള്ള 2.5 മില്യൺ ഫയലുകൾ ഇപ്പോഴും കോടതി വ്യവഹാരങ്ങളിലാണ്. ഒരു വശത്ത് പൂർണ്ണമായ സുതാര്യതയ്ക്ക് വേണ്ടിയുള്ള മുറവിളി, മറുവശത്ത് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന നിയമപരമായ പരിരക്ഷകൾ. സ്ട്രെസ് പോയിന്റ് ഇതാണ്: മനുഷ്യാവകാശ ലംഘനം ഒരു നിശ്ചിത പരിധി കടക്കുമ്പോൾ നിങ്ങളുടെ പരമ്പരാഗതമായ സ്വകാര്യത നിയമങ്ങൾ ഒരു ബാധ്യതയായി മാറും. ഈ ഘടന അതിൻ്റെതായ ഭാരത്താൽ തകരുകയാണ്. നമുക്ക് പണത്തിന്റെ സഞ്ചാരം ഒന്ന് പരിശോധിക്കാം. ഈ ബിസിനസ് മാതൃക വർക്ക് ചെയ്തിരുന്നത് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഘടനയിലാണ്. ഇതിനെ സംഭരണത്തിന്റെ പിരമിഡ് ഘടന എന്ന് വിളിക്കാം. ഈ ഓപ്പറേഷനിൽ മൂലധനം ഇറക്കുന്നത് എപ്സ്റ്റീനും അയാളുടെ പിന്നിലുള്ള കോർപ്പറേറ്റ് ഷെൽ കമ്പനികളുമാണ്. US വെർജിൻ ഐലൻഡ്സ് അറ്റോർണി ജനറൽ 2020 ഫയൽ ചെയ്ത സിവിൽ റാക്കറ്റിയറിംഗ് സ്യൂട്ട് പ്രകാരം വെർജിൻ ഐലൻഡ്സിൽ രജിസ്റ്റർ ചെയ്ത സദേൺ ട്രസ്റ്റ് കമ്പനി പോലുള്ള ഷെൽ കമ്പനികളാണ് ഇതിന്റെ സാമ്പത്തിക എഞ്ചിനായി പ്രവർത്തിച്ചത്. ആരാണ് ഇവിടെ റിസ്ക് എടുക്കുന്നത്? തീർച്ചയായും ആ നെറ്റ്വർക്കിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന ഇരകൾ. അവർക്ക് യാതൊരു നിയമപരിരക്ഷയുമില്ല. എന്നാൽ ആരാണ് ഇവിടെ ലാഭം കൊയ്യുന്നത്? ഇതൊരു വ്യവസായവൽക്കരിക്കപ്പെട്ട വിതരണ ശൃംഖലയായിരുന്നു. ഗിസ്ലൈൻ മാക്സ്വെൽ എന്ന വ്യക്തി ഈ കോർപ്പറേറ്റ് ഘടനയിലെ ഒരു ഇടത്തരം മാനേജർ മാത്രമാണ്. കോടതിയിൽ സമർപ്പിക്കപ്പെട്ട FBI തെളിവുകൾ വ്യക്തമാക്കുന്നത് അവർ ഉന്നത തലത്തിലുള്ള ലോജിസ്റ്റിക്സ് കൈകാര്യം ചെയ്യുകയും താഴെ തട്ടിലുള്ളവർക്ക് സാമ്പത്തിക ലാഭം നൽകി തങ്ങളുടെ കൂട്ടുകാരെ തന്നെ ഈ നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നതാണ്. ഇത് ഇരകളെ തന്നെ കുറ്റവാളികളാക്കുന്ന ഒരു ക്രൂരമായ മെക്കാനിസമാണ്. ഇത് പ്രവർത്തന തുടർച്ച ഉറപ്പാക്കുന്നു. ഇതിനെല്ലാം പുറമെയാണ് ഗതാഗതപരമായ പ്രതിരോധം. ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ രേഖകളിൽ നിന്നുള്ള പ്രൈവറ്റ് ജെറ്റ് ഫ്ലൈറ്റ് ലോഗുകൾ തെളിയിക്കുന്നത് സ്വകാര്യ ദ്വീപുകൾ ഉപയോഗിച്ച് അവർ ബോർഡർ പരിശോധനകളെ മറികടന്നു എന്നാണ്. അതായത് പരിധിയില്ലാത്ത പണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോക ഭൂപടത്തിൽ നിയമം ബാധകമല്ലാത്ത ഭൂപ്രദേശങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ബാങ്കുകൾ പണമൊഴുക്കി, നിയമം കണ്ണടച്ചു, ശൃംഖല തടസ്സങ്ങളില്ലാതെ പ്രവർത്തിച്ചു. കൃത്യമായി സംരക്ഷിക്കപ്പെട്ട ഒരു ക്രിമിനൽ ശൃംഖലയായിരുന്നു ഇത്. ഇതൊരു പുതിയ കാര്യമല്ല. ചരിത്രത്തിൽ ഇതിന് സമാനമായ നിരവധി പാറ്റേണുകൾ കാണാം. സാമൂഹിക ശാസ്ത്രപരമായി നോക്കിയാൽ ഇതിനെ അധികാര ശ്രേണിയുടെ സ്വാധീനം എന്ന് വിളിക്കാം. ഈ ശൃംഖല സ്വയം സംരക്ഷിച്ചത് അക്കാദമിക രംഗത്തെയും സയൻസിലെയും അതികായകന്മാരെ വിലക്കെടുത്തുകൊണ്ടാണ്. 2020 ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയും MITയും ഔദ്യോഗികമായി പുറത്തുവിട്ട ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ടുകൾ പ്രകാരം മില്യൺ കണക്കിന് ഡോളർ ഈ ലോകോത്തര സ്ഥാപനങ്ങളിലേക്ക് നൽകിക്കൊണ്ട് എപ്സ്റ്റീൻ ചെയ്തത് സിമ്പിളായ ഒരു സൽപ്പേര് വെളുപ്പിക്കലാണ്. ഒരു കുറ്റവാളി ഒറ്റ രാത്രി കൊണ്ട് ശാസ്ത്രത്തിന്റെ കാവൽക്കാരനായി മാറുന്നു. ഇതൊരു പ്രതിരോധ തന്ത്രമാണ്. ഉയർന്ന പദവികളിൽ ഇരിക്കുന്നവർ തങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ മൂലധനം നഷ്ടപ്പെടാതിരിക്കാൻ ഒരിക്കലും തങ്ങളിൽ ഒരാളെ ഒറ്റിക്കൊടുക്കില്ല. ഇന്റലിജൻസ് ഏജൻസികൾ ശത്രുക്കളെ തകർക്കാൻ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന വിവരശേഖരണ രീതിയാണ് എപ്സ്റ്റീൻ പ്രൈവറ്റ് സെക്ടറിൽ ഉപയോഗിച്ചത്. സിവിൽ സ്യൂട്ടുകളിൽ ഉൾപ്പെടുത്തിയ തെളിവുകൾ പ്രകാരം കോണ്ടാക്ട് ബുക്കുകളും ക്യാമറകളുള്ള കെട്ടിടങ്ങളും യാത്രാരേഖകളും കേവലം വിവരങ്ങളായിരുന്നില്ല, അതൊരു ആയുധമായിരുന്നു. താൻ പിടിക്കപ്പെട്ടാൽ ലോകത്തെ വലിയൊരു പവർ സ്ട്രക്ചർ കൂടി താഴെ വീഴുമെന്നൊരു ഘടനാപരമായ ബ്ലാക്ക്മെയിലിംഗ്. അധികാരം എങ്ങനെ നിലനിർത്തണമെന്നതിന്റെ കൃത്യമായ പാറ്റേൺ ആണിത്. ഒരു വലിയ ഘടന ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ എന്താണ് ഉണ്ടാക്കുന്ന ഇമ്പാക്ട്? യഥാർത്ഥത്തിൽ ഇവിടെ നഷ്ടപ്പെടുന്നത് നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസമാണ്. നമുക്ക് 2008 ഫ്ലോറിഡ കരാർ നോക്കാം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന്റെ ഓഫീസ് ഓഫ് പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി പിന്നീട് പുറത്തുവിട്ട അന്വേഷണ റിപ്പോർട്ട് പ്രകാരം ജീവപര്യന്തം ശിക്ഷ ലഭിക്കേണ്ട ഒരു കുറ്റത്തിന് എപ്സ്റ്റീന് ലഭിച്ചത് കേവലം 13 മാസത്തെ തടവാണ്. അതും പകലുകളിൽ പുറത്തുപോയി ജോലി ചെയ്യാൻ അനുമതിയുള്ള ഒരു അസംബന്ധമായ വ്യവസ്ഥയിൽ. ഈ ഡീലിന്റെ ഘടന പരിശോധിച്ചാൽ മനസ്സിലാകും, പേര് പോലും ഇല്ലാത്ത കൂട്ടുപ്രതികൾക്ക് വരെ ഫെഡറൽ അന്വേഷണങ്ങളിൽ നിന്നുള്ള പരിരക്ഷ അവർ ആ 14 പേജുള്ള ഡോക്യുമെന്റിൽ എഴുതി വാങ്ങി. അതായത് നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമപാലകരെ തളർത്താനും ഗവൺമെന്റിൽ നിന്ന് ചരിത്രത്തിലില്ലാത്ത ഇളവുകൾ വാങ്ങാനും സാധിക്കും. ഇവിടെ നീതി എന്നത് പൊതു സ്വത്തല്ലാതാകുന്നു, അതൊരു സ്വകാര്യ ചരക്കായി മാറുന്നു. ഒരു സാധാരണക്കാരൻ ഒരു ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ അവന്റെ വീട് ജപ്തി ചെയ്യുന്ന അതേ ബാങ്കിംഗ് ലീഗൽ സിസ്റ്റമാണ് ഈ വ്യവസ്ഥാപിതമായ കുറ്റകൃത്യങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ലൈസൻസ് നൽകിയത്. നീതിന്യായ വ്യവസ്ഥയുടെ പൂർണ്ണമായ സ്വകാര്യവൽക്കരണമാണ് നമ്മളിവിടെ കാണുന്നത്.
അടുത്ത 18 മാസത്തേക്ക് വികാരങ്ങളെ മാറ്റിവെച്ച് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ഫയലിംഗുകളും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡേറ്റയും അടിസ്ഥാനമാക്കി ഈ ട്രെൻഡുകളെ മാത്രം നിരീക്ഷിക്കുക. സിവിൽ ക്രിമിനൽ നടപടികളുടെ അനുപാതം. ഈ രേഖകളിൽ ഉൾപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങൾക്കെതിരെ എത്ര ക്രിമിനൽ കേസുകൾ വരുന്നുണ്ട്, എത്ര പണം നൽകി അവർ ഒത്തുതീർപ്പാക്കുന്നുണ്ട് എന്നതിന്റെ അനുപാതം. പണം ഉപയോഗിച്ച് നിയമത്തെ എത്രത്തോളം ലഘൂകരിക്കാം എന്നതിന്റെ കൃത്യമായ സൂചികയാണത്. വിദേശ നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതിന്റെ വേഗത. ഈ ശൃംഖലയുമായി ബന്ധപ്പെട്ട ഷെൽ കമ്പനികളിൽ നിന്നും മറ്റു വിദേശ രാജ്യങ്ങളിലേക്കുള്ള മൂലധന മാറ്റത്തിന്റെ നിരക്ക് ഫിനാൻഷ്യൽ റെഗുലേറ്ററി റിപ്പോർട്ടുകളിലൂടെ ട്രാക്ക് ചെയ്യുക. ഡയറക്ടർ ബോർഡ് രാജികൾ. 2026 ജനുവരിയിലെ മാൻഡേറ്റ് റിലീസിന് ശേഷം വൻകിട ഫോർച്യൂൺ 500 കമ്പനികളിലെയും വലിയ അക്കാദമിക് ബോർഡുകളിലെയും ഉന്നതരുടെ രാജികളും ഈ രേഖകളും തമ്മിലുള്ള ബന്ധം. മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങളുടെ പരിധി. ഐക്യരാഷ്ട്രസഭയിലെ മനുഷ്യാവകാശ വിദഗ്ധർ ഈ കേസിനെ അന്താരാഷ്ട്ര നിയമപ്രകാരം മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യമായി പരിഗണിക്കുമോ എന്നതിലെ രാഷ്ട്രീയ നീക്കങ്ങൾ. നിയമവും സദാചാരവും പാവപ്പെട്ടവന് മാത്രം ബാധകമായ ഒന്നാണ്. മുകളിലേക്ക് പോകുന്തോറും അവിടെ നിയമങ്ങളില്ല, പകരം കോർപ്പറേറ്റ് കണക്കുകൾ മാത്രമാണുള്ളത്. കാരണം മൂലധനത്തിന് ധാർമ്മികതയില്ല, അതിന് കൃത്യമായ റിസ്ക്കും ലാഭവും തമ്മിലുള്ള അനുപാതം മാത്രമേ ഉള്ളൂ.